أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 136ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. രണ്ടാമത്തെ ബാച്ചിലെ 136ാമത്തെ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറിക്കിട്ടാൻ, റാഹത്തും സന്തോഷവും സമാധാനവും ലഭിക്കാൻ കാരണമാകുന്ന വലിയൊരു സാലിഹായ കർമ്മമായി, ഇബാദത്തായി തദ്രീബ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. പലപ്പോഴും എല്ലാ ദുആയിലും തദ്രീബ് കുടുംബത്തിലെ എല്ലാവരെയും ഉൾപ്പെടുത്താറുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ദുആ ഇജാബത്തുള്ള ദുആ ആക്കി സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ അൽ കഹ്ഫ് സൂറത്തിലെ 26 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഓതി. ഇനി 27ാമത്തെ ആയത്ത് മുതലാണ് ഓതാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പാരായണം തജ്വീദ് അനുസരിച്ചായിരിക്കണമെന്നും, തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അക്ഷരങ്ങളൊക്കെ പഠിച്ച് അഹ്കാമുൻ നൂനിസാക്കിന വ തൻവീനൊക്കെ വളരെ വൃത്തിയായി മനസ്സിലാക്കി നമ്മൾ ഖിറാഅത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് അൽ കഹ്ഫ് സൂറത്തിൻ്റെ പാരായണം തീരുന്നതോടുകൂടി വീണ്ടും നമ്മൾ ബാക്കി നിയമങ്ങളിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഒരുപാട് ഓതി ഖത്മുകൾ തീർക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്തുള്ള പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്താണല്ലോ അൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണമാണ് നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ക്ലാസ്സിലിരിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ശീലിച്ച ഒരു ഓത്തുണ്ട്, അതങ്ങ് ഓതിപ്പോകും. അതിൽ തെറ്റുകളുണ്ടാവാം. അത് തിരുത്താൻ ഇനി വേറെ ആരും വരില്ല എന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും വേണം എന്ന് ഓർമ്മപ്പെടുത്തി 27ാമത്തെ ആയത്ത് മുതൽ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا
ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. നോക്കിയേ 31-ാമത്തെ ആയത്ത് വരെയാണ് ഓതിയത്. 27 മുതൽ നോക്കിയേ. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. വത്ലു മാ ഊഹിയ, വത്ലു എന്ന് ലാമിനെ നീട്ടാൻ പാടില്ല. മാ ഊഹിയയുടെ ഹ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ മാ ഊഹിയ ഒരു ഊഹാപോഹത്തിൻ്റെ ഹ ആയി മാറും. പറ്റൂല. ഊഹാപോഹം ചിരിക്കാൻ വേണ്ടി പറയല്ല. അപ്പം നോക്കിയേ, ഹ വെച്ചാണ് ആ മലയാള പദം പറഞ്ഞത്. കേട്ടപ്പോൾ ചിരി വരുന്നില്ലേ? ഊഹാപോഹം എന്ന് പറഞ്ഞപ്പോൾ ചിരി വരുന്നുണ്ടല്ലേ? കാരണം എന്താ? അത് അവിടെ ആ അക്ഷരമല്ല ഉപയോഗിക്കേണ്ടത്, ഊഹാപോഹം എന്നായിരുന്നു. അപ്പോൾ അക്ഷരം മാറുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നുണ്ട് അല്ലേ? അതും മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഒരു വൃത്തികേട് തോന്നുന്നുണ്ട്. എന്നാൽ റബ്ബാകുന്ന അള്ളാഹുവിൻ്റെ കലാമിലോ വത്ലു മാ ഊഹിയ ഇലൈക എന്ന് പറയുന്നിടത്ത് ഊഹിയ ഇലൈക എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അതുപോലെ മിൻ കിതാബി റബ്ബിക്, റബ്ബിക് കാഫിൻ്റെ ഹംസ് ശ്രദ്ധിക്കണം. ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. ഓക്കെ. ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. അടുത്ത ആയത്തോ നോക്കി കേട്ടോളൂ, ശരിക്കും ശ്രദ്ധിച്ച് നോക്കും വേണേ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും. പിന്നെന്താ? ഞാനിപ്പോൾ ഒരു തവണ ഓതിപ്പോയല്ലോ, അത് ശ്രദ്ധിച്ച ആളുകളുണ്ടോ ശ്രദ്ധിക്കാത്തവരുണ്ടോ നോക്കാനാണ്. പിന്നെന്താ ഓതുക? റബ്ബഹും കഴിഞ്ഞ് എങ്ങനെ ഗദവാത്തിനോ? അല്ല, ഗദാവത്തി. രണ്ട് രൂപം വന്നു. ഒന്ന് ഗദവാത്തി, മറ്റൊന്നോ ഗദാവത്തി. ആ രണ്ട് രൂപത്തിലാണ് ഇപ്പോൾ കുറേ ആളുകൾ ഓതിയത് അല്ലേ? ഓക്കെ, നമുക്ക് പറയാം. അതിൻ്റെ ബാക്കി ഇങ്ങനെ ഒന്ന് നോക്കി വല്ല അശീ കഴിഞ്ഞ് അല്ല, അത് പറയാം. ഗദവാത്തിയാണോ ഗദാവത്തിയാണോ എന്ന് പറയാം, അതോ വേറെ എന്തെങ്കിലും ആണോ അതും പറയാം. എന്നാലും ഇതിൻ്റെ ബാക്കി നോക്കി. വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാവത്തി. ഇവിടെ ശരിക്കും എല്ലാവരും ഹയാത്തി എന്ന് തന്നെ ഓതി. നോക്കിയേ, നിങ്ങൾ രണ്ടും ശരിക്കും നോക്കിയ സ്ക്രീനിലേക്ക്. ആദ്യത്തേത് രണ്ടാമത്തേത് 1, 2. രണ്ടാമത്തേത് എന്താ വായിക്കുക? ഹയാത്തി അല്ലേ? അതായത് അൽ ഹയാത്തി. അവിടെ വാവുണ്ട്, അതേപോലത്തെ വാവ് തന്നെയാണ് ബിൽ ഗദാത്തി എന്ന് പറഞ്ഞെടുത്തുള്ള വാവും.
അല്ലാതെ ഇവിടെ ആരെങ്കിലും ഹയവാത്തി ഹയാവത്തി എന്നോതോ ഇല്ലല്ലോ. എന്നതുപോലെ അവിടെയും ഗദവാത്തി ഗദാവത്തി എന്നോതാൻ പറ്റില്ല. ഈ ഹയാത്തി എന്ന പദം നമുക്ക് പരിചയമുള്ളൊരു പദമായതുകൊണ്ട് ഇവിടെ തെറ്റിച്ചാലും ഹയവാത്തി ദുനിയ എന്ന് പറയില്ല, ഹയാത്തി എന്നേ പറയുള്ളൂ. മറ്റേ ഗദാത്തി അങ്ങനെയല്ല, അത് രണ്ട് സ്ഥലത്തല്ലേ ഖുർആനിൽ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അത് എപ്പോഴും കേൾക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഗദവാത്തി എന്നും ഗദാവത്തി എന്നും പലരും ഓതുന്നു. വാവാണ് ആ ഓതലിന് കാരണമെങ്കിൽ ഹയാത്തിയിലും വാവുണ്ട്, അവിടെ ഇങ്ങനെ ഓതുക, അല്ല എന്താ ചെയ്യുക. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. ആയത്ത് 28 ഗദാത്തി ഗദാവത്തി ഗദവാത്തിയായി പിഴവാക്കി. 28 ആയത്തിലുണ്ടല്ലോ ഗദാത്തി, അത് ഗദവാത്തിയും ഗദാവത്തിയും ആക്കിയിട്ട് പിഴവാക്കി ഓതുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. ഇനി മേലാൽ തെദ്രീബിലെ ഒരു പടപ്പും അവരെ വീട്ടുകാരും അതിൽ ഭർത്താവ് പെടും, ഉപ്പ പെടും, ഉമ്മ പെടും, മക്കളൊക്കെ പെടും അല്ലേ, മരുമക്കൾ പേരമക്കളൊക്കെ പെടും. ഒരു കുട്ടിയും അൽ കഹ്ഫ് സൂറത്തിൽ ഇനി ഗദാത്തി എന്നല്ലാതെ ഗദവാത്തി എന്നും ഗദാവത്തി എന്നും ഓതരുത്. അങ്ങനെ ധൈര്യം പറയാൻ കഴിയുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഞാനും എൻ്റെ മക്കളും എൻ്റെ കുട്ടികളും അല്ലേ, എൻ്റെ വീട്ടുകാർ ഒരാളും ഇനി ഗദവാത്തി ഓതൂല, ഗദാവത്തിയും ഓതൂല, ഗദാത്തി മാത്രമേ ഓതുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ എന്താ ഉറപ്പ് പറയാനുള്ള വഴി? നമ്മളത് കുട്ടികളെ കൊണ്ട് പേരക്കുട്ടികളെ കൊണ്ട് ഓതിപ്പിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് മോനെ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാം, തെറ്റില്ലെങ്കിൽ മാഷാ അല്ലാഹ് സൂപ്പറായി എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എങ്ങനെ ഓതണം നോക്കിയേ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി. അപ്പോൾ ഒരാളെ ചോദ്യം, എന്നാൽ എന്തിനാ ഉസ്താദെ അവിടെ വാവ് എഴുതി കൊടുത്തത്, അങ്ങോട്ട് പിന്നെ നമ്മളെ ഇത് എഴുതി കൊടുത്താൽ പോരെയെന്നോ? ഏത് അലിഫ്? സ്വലാത്ത്, സക്കാത്ത്, ഹയാത്ത്, റിബ, ഇങ്ങനെ എത്രയോ പദങ്ങളുണ്ട്. അത് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ. തജ്വീദ് എന്ന് പറഞ്ഞാൽ പാരായണത്തിൻ്റെ പ്രത്യേകത, റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ പ്രത്യേകത. അതിൽപ്പെട്ട ഒന്നാണ് ബദൽ എന്നൊക്കെ പറയും. ബദലെന്ന വിധിയാണിതിലെ നാലാമത്തത്, ഹറഫിനു പകരം മറ്റ് ഹറഫും വരലിത്. സക്കാത്ത് നോക്കിയത് വാവ് അലിഫിനു പകരമാ, ഹയാത്ത് റിബകളിലുള്ള വാവും ബദലദാ. കണ്ടില്ലേ, അലിഫിന് പകരം വാവ് എഴുതി കൊടുത്തു. ഗദാത്തി. ഇനി ഗദവാത്തി എന്നവിടെ ഓതണമെങ്കിൽ വാവിന് ഫത്ഹ് പ്ലസ് അലിഫ് വേണ്ടിയിരുന്നു. അങ്ങനെ അവിടെ ഇല്ല, കാരണം അവിടെ അങ്ങനെ ഓത്തില്ല. ബിൽ ഗദാത്തി വൽ അശി. ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا. ഓക്കേ, ولا تطع ആദ്യത്തേത് ത ലമ്മോട് കൂടി തു, രണ്ടാമത്തേത് ത. മൻ അഗ്ഫൽന, മന്ന അഗ്ഫൽന. ഈ മന്ന അഗ്ഫൽന എന്നൊക്കെ മന്ന പറയരുത് കേട്ടോ. മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന. പിന്നെതോ വത്തബഅ ഹവാഹു. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. വത്തബഅ ഹവാഹു വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. എങ്ങനെ? വഖുലിൽ ഹഖ്ഖു. നോക്കി ഇങ്ങോട്ട് നോക്കി. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഓക്കേ, ഫമൻ ശാഅ ഫൽയുഅ്മിൻ. ശാഅ മദ്ദ്. പിന്നെ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഒരുപാട് നിയമങ്ങൾ പഠിച്ചത് തന്നെ. ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ. നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه. ഓക്കേ, وإن يستغيثوا അവിടെ ഗൈനാണ് പുള്ളിയിൽ, അല്ലാതെ وإن يستغيثوا يعاثوا അങ്ങനെയുണ്ട് ചില ആളുകൾ. അതിൻ്റെ പുള്ളിയൊന്നും കാണുകയില്ല.
അവർ വിചാരിക്കും അല്ല കൊതുക് വന്നിരുന്നതാണെന്ന്. അല്ലല്ല, അത് പുള്ളി തന്നെയാണ്. അങ്ങനെ തന്നെ ഓതണേ. യശ്വി ആണ്, യശ്ഫി അല്ല. വാവ് മതി, ഫ വേണ്ട. بئس الشراب وساءت مرتفقا. بئس الشراب وساءت مرتفقا. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا. ഓക്കെ, إن الذين آمنوا പിന്നെന്താ വഅമിലു സ്വാലിഹാത്ത് അല്ലേ. വഅമിലു എന്ന് ഐനിന് സുക്കൂനാവില്ലല്ലോ, ആകാൻ പാടില്ല. വഅമിലു സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല. أولئك لهم جنات عدن تجري من تحتهم الأنهار. ഓക്കെ, ഉലൈക മദ്ദുണ്ട്. ലഹും ജന്നാത്തു അദ്നിൻ തജ്രി. ഓ ശദ്ദുൽ നൂൻ ഇഖ്ഫാ. മിൻ തഹ്തിഹിമുൽ അൻഹാറു അല്ലേ, അവിടെ ഇഖ്ഫാ. പിന്നെ തഹ്തിഹിമുൽ അൻഹാർ, മുല്ല മുല്ലപ്പൂമ്പൊടി. നോ, തഹ്തിഹിമുൽ അൻഹാറു യുഹല്ലൗന ഫീഹ മിൻ അസാവിറ എന്നാണ്. മിൻ അസാവിറ, മിന്ന മിന്ന, ഒരു മിൻ അസാവിറ, ഒരു പിൻ അസാവിറ, അങ്ങനെയൊന്നുമില്ല. മിൻ അസാവിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബ. വയൽബസൂന, ശരിക്കും ശ്രദ്ധിക്കണം. സിയാബിന് സാ ഉള്ളത് കൊണ്ട് വയൽബസൂന സിയാബൻ എന്ന് തോന്നുന്ന കുറേ ആളുകളുണ്ട്, കേട്ടിട്ടുണ്ട്. വയൽബസൂന സിയാബൻ പറ്റില്ല. വയൽബസൂന സി പറ്റൂല. വയൽബസൂന സിയാബ ഖുദ്റൻ മിൻ സുൻദുസിൻ വഇസ്തബ്റഖ്. ഒറ്റ നിയമം മിസ്സായി പോകരുത് കേട്ടോ. വേണമെങ്കിൽ വയൽബസൂന തൊട്ടൊന്നും കൂടി ഓതിത്തരാം, എൻ്റെ കൂടെ തന്നെ ഒന്ന് മൂളി നോക്കി. ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك. يعني متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. نعم الثواب وحسنت مرتفقا. ശരിക്കും ശ്രദ്ധിക്കണം, വെള്ളിയാഴ്ചകൾ ഇങ്ങനെ ഓതുമ്പോൾ തെറ്റില്ലാതെ ഓത്ത് നടക്കണം. واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا. كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. واضرب لهم مثل الرجلين جعلنا لأحدهما جنتين. واضرب لهم مثل الرجلين. مثل الرجلين تنوين ششم راء إدغام بلا غناه. جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا. يعني وجعلنا بينهما زرعا. كلتا الجنتين آتت أكلها ولم تظلم منه شيئا. اوكي، كلتا الجنتين آتت أكلها. آتت أكلها അല്ല أكل. എങ്ങനെ വേണം?
സ്വാഭാവികമായി ഇവിടെ ആതത് ഉകുലുഹ, ഉകുലു ലുലു ലുലു വരും, അത് വരാൻ പാടില്ല. ആതത് ഉകുലഹ, ആതത് ഉകുലഹ. ഓക്കെ. വലം തദ്ലിം മിൻഹു ശൈഅ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ. ഓക്കെ. വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك. اوكي. وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. اوكي ليه ശ്രദ്ധിക്കണം. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا. اوكي. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. اوكي. قال ما أظن أن تبيد هذه وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب. اوكي شيكوكي. خلقك من تراب ثم من نطفة ثم سواك رجلا. اوكي. وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. قال له صاحبه حاجة وهو يحاوره വീണ്ടും വന്നിട്ടുണ്ട്, മദ്ദുണ്ട്. എങ്ങനെ? وهو يحاوره أكفرت بالذي خلقك من تراب. ഓക്കെ അല്ലേ? ثم من نطفة ثم سواك رجلا. ശബ്ദമുള്ള ന്യൂനുകളും മീമുകളൊക്കെ ഉണ്ട്, ശരിക്കും മണിക്കണം. ഇദ്ഗാമുൻ ശരിക്കും ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് എങ്ങനെ ഓതുന്നു? ലകിന്ന ഹുവല്ലാഹു റബ്ബി, അല്ലാതെ ലകിന്ന ഹുവല്ലാഹു റബ്ബി അങ്ങനെ നമ്മൾ ഓതരുതിട്ടാ. ലകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ. ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ബാക്കി കുറച്ചും കൂടെ ഓതാം. ഓക്കേ. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. ولولا إذ دخلت.
അവിടെ ശരിക്കും ശ്രദ്ധിക്കണം. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ. ഇൻ തറനി അന അഖല്ല, അന എന്താവാൻ പാടില്ല, അനാ അഖല്ല നീട്ടാൻ പാടില്ല. പിന്നെയോ ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക. ഓക്കെ, ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. ശരിക്കും നോക്കണുണ്ടോ ഇവിടെ ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. നന്നായിട്ട് വേണം. أو يصبح ماؤها غورا فلن تستطيع له طلبا. اوكي، أو يصبح ماؤها غورا فلن تستطيع له طلبا. شكرا وديت نرتام. اوكي، وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. ഓക്കെ, എവിടുന്ന് പറയണം നോക്കിയേ. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها. അവിടെ ഒരു തുന്നൽ വരാൻ സാധ്യതയുണ്ട്. തുന്നൽ സ്റ്റിച്ചിങ് ഇല്ല, തുന്നൽ എവിടെയെന്നറിയോ നോക്കിയേ. وهي خاوية على عروشها وهي خاوية على തുന്നല وهي خاوية على عروشها. ഓക്കെ അല്ലേ. ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا. اوكي، ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق. يعني هنالك الولاية لله الحق هو خير ثوابا وخير عقبا واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح
وكان الله على كل شيء مقتدرا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അൽ കഹ്ഫ് സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ഖബറിലുള്ളതും ജീവിതത്തിലുള്ളതും മഹ്ശറിലുള്ളതും പടച്ചവനെ എല്ലാ പ്രയാസങ്ങളും മാറ്റി റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ഖുർആനിൻ്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. എല്ലാം നിൻ്റെ പൊരുത്തത്തിലും റിളയിലുമാക്കി തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر